ലൈംഗികാരോപണത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം അപേക്ഷ പരിഗണിക്കുന്നത് കോടതി മാറ്റിവെക്കുകയായിരുന്നു. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ് ചേരുന്നുണ്ട്. വർഷ, ഇന്നലെ ഈ ഷിംജിത 6 മണിവരെ പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്നു. ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. എന്ത് പ്രതീക്ഷിക്കാം കോടതിയിൽ നിന്ന്? കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇന്ന് ഷിംജിതയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം പരിഗണിക്കുന്നത് മാറ്റിവെക്കുകയായിരുന്നു. ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് എന്തായാലും ഷിംജിതയും അതേപോലെ തന്നെ ഷിംജിതയുടെ കുടുംബവും അഭിഭാഷകനും എല്ലാം ഉള്ളത്. കഴിഞ്ഞ ദിവസം ഷിംജിതയെ കുന്നമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 5 മണിക്കൂർ നേരത്തേക്ക് മെഡിക്കൽ കോളേജ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. മെഡിക്കൽ കോളേജ് പോലീസ് 2 ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ 5 മണിക്കൂർ നേരത്തേക്ക് മാത്രമാണ് ഷിംജിതയെ കസ്റ്റഡിയിൽ വിട്ടത്. അതിന് പ്രതിവാദം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തെളിവുകളെല്ലാം മുമ്പേ ഹാജരാക്കിയതാണ്. മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള തെളിവുകളെല്ലാം ഷിംജിതയുടെ സഹോദരൻ മുൻപ് തന്നെ മെഡിക്കൽ കോളേജ് പോലീസിന് മുമ്പിൽ ഹാജരാക്കിയതാണ്. മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. റിമാൻഡ് കാലാവധി കഴിഞ്ഞു. അത്തരമൊരു സാഹചര്യത്തിൽ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനാണ് ശ്രമിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷ സ്വീകരിക്കുന്നതെന്നുമുള്ള കാര്യമാണ് പ്രതിഭാഗം വക്കീൽ പ്രധാനമായും കോടതിയിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഷിംജിതയെ 5 മണിവരെ ഇന്നലെ വൈകിട്ട് 5 മണിവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ശേഷം വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ എടുത്തു വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഷിംജിത മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അതിൽ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, താൻ ഇപ്പോഴും ആ ആരോപണത്തിൽ, ലൈംഗിക ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒന്നുമില്ലാതെ താൻ ഒന്നും പറയില്ലല്ലോ എന്നുള്ള കാര്യം അത്രമാത്രം കോൺഫിഡൻസോട് കൂടിയാണ് ഷിംജിത പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഷിംജിത ഉള്ളത് എന്ന് വേണം തന്നെ മനസ്സിലാക്കാൻ. ഇപ്പോൾ നിലവിൽ മഞ്ചേരി സബ് കോടതിയിലാണ് ഷിംജിതയുള്ളത്. എന്തായാലും ഇന്ന് കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കും.